ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ ഇന്നത്തെ ഈദ് മുബാറക്കിൻ്റെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അൽഹംദുലില്ലാഹ് ഇന്ന് പെരുന്നാളാണല്ലോ. എല്ലാവരും ഭക്ഷണം കഴിച്ച് എല്ലാവർക്കും റാത്ത് ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പെരുന്നാൾ വ്ളോഗ് കാണല്ലേ. അങ്ങനത്തെ അൽഹംദുലില്ലാഹ് ഞാൻ രാവിലെ തന്നെ ഒരു 4:45 ആയപ്പോഴേക്ക് ഇത് അടുക്കളയിൽ എത്തിയിട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്ര നേരത്തെ ഇറങ്ങിയതെന്ന് വെച്ചാൽ പിന്നെ ഇക്കയും ഷിബിലിമോനൊക്കെ പള്ളിയിൽ നിന്ന് വരുമ്പോഴേക്കത് ഫുഡൊക്കെ ആവണ്ടേ. പിന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മൂത്തച്ഛന്മാരെ വീട്ടിലേക്കും അതുപോലെ തന്നെ അടുത്ത വീട്ടിലേക്കും ഒക്കെ പോകണം. അതുപോലെ തന്നെ അവരും അതുപോലെ തന്നെ തിരിച്ച് ഇങ്ങോട്ട് വരും. അങ്ങനെയുള്ള ഒരുക്കങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണമാണ് കേട്ടോ നേരത്തെ തന്നെ വന്നത്. പെരുന്നാളാകുമ്പോൾ പിന്നെ നമ്മളെല്ലാവരും അങ്ങനെ തന്നെ അല്ലേ. അത് രസം വേറെ തന്നെയാണല്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ പെരുന്നാളാകുമ്പോൾ നമ്മൾ അവർ പള്ളിയിൽ നിന്ന് ആ സ്പോട്ടിൽ തന്നെ ചോറ് തിന്നൂലല്ലേ. ഇന്ന് പിന്നെ ഇവിടെ ആ സ്പോട്ടിൽ തന്നെ തിന്നൊന്നുമില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇക്കും ഷിബിലിമോനും മൂത്തച്ഛന്മാരൊക്കെ പിന്നെ പെങ്ങന്മാരെ വീട്ടിലും അതുപോലെ തന്നെ മൂത്തച്ഛന്മാരെ വീട്ടിലൊക്കെ പള്ളി ഈ വിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ പോകട്ടെ. അതുപോലെ തന്നെ ഖബർ സിയാർത്ത് ചെയ്യും. ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും ഒക്കെ ഖബറങ്ങ പോവും. പിന്നെ ആ സിയാർത്തൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്ക് പിന്നെ സമയമാവും കേട്ടോ. അപ്പോൾ പിന്നെ അവിടെ നിന്നൊക്കെ അവർ പായസവും അതുപോലെ തന്നെ വേറെ ചായ എന്തെങ്കിലുമൊക്കെ കുടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നെ അതിന് ചോറ് തിന്നാനൊന്നും പിന്നെ ടൈം ആയിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ പിന്നെ അവർ പള്ളിയിൽ വന്ന് ആ സ്പോട്ടിൽ തന്നെ കഴിക്കില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടേ കഴിക്കുള്ളൂ. എന്നാലും അവർ വരുമ്പോഴേക്കും നമ്മുടെ പണികളൊക്കെ കഴിയണം കേട്ടോ. അതാണ് കേട്ടോ അവർക്ക് ഇഷ്ടം. ഒന്ന് പെരുന്നാളായതുകൊണ്ട് രാവിലെ തന്നെ മധുരക്കടിയാണ് കേട്ടോ. പിന്നെ പഴംപൊരിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഒരടുപ്പത്താണെന്നുണ്ടെങ്കിൽ പിന്നെ ഗ്രേവി ഉണ്ടാക്കുകയാണ് കേട്ടോ. ചിക്കൻ ഗ്രേവിയാണ് ഉണ്ടാക്കുന്നത്. അതിനുള്ള ഉള്ളിത് ഇട്ടു, അല്പം പിന്നെ ഉപ്പിട്ടുകൊണ്ട് അതൊന്ന് വഴറ്റാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫുഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രൈഡ് റൈസും ചിക്കൻ ഗ്രേവിയും ആക്കാമെന്ന് വെച്ചു കേട്ടോ. അങ്ങനത്തെ അൽഹംദുലില്ലാഹ് പഴംപൊരി ഉണ്ടാക്കൽ കഴിഞ്ഞു. അപ്പോഴേക്കും ചായ തിളച്ച് മറിയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് ഉള്ളി അത്യാവശ്യം വേണ്ടിയിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് 2 പച്ചമുളക്, 2 തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ തന്നെ ഏലക്കായ, പട്ട, പിന്നെ വലിയ ജീരകം അതൊക്കെ ഇട്ടുകൊണ്ട് ഒന്നും കൂടി വഴറ്റാൻ വേണ്ടി വെച്ചു. പിന്നെ അത് ഞാൻ കുക്കറിൽ പിന്നെ ചിക്കനും അതുപോലെ തന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് അതൊന്ന് വേറെ വിസിലടിപ്പിക്കാൻ വേണ്ടി വെച്ചു കേട്ടോ. ഇവിടെ പുലർച്ചെ 6:45 കേട്ടോ നിസ്കാരം. പിന്നെ പല സ്ഥലത്തും പല സ്ഥലത്തായിരിക്കും. അപ്പോൾ ഇപ്രാവശ്യം പിന്നെ പെരുന്നാളിലേക്ക് പിന്നെ കൂടുതൽ ദിവസങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ കൂടുതലൊന്നും വീട്ടിൽ പോയിട്ടൊന്നും നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോയിട്ട് ഇൻഷാ അല്ലാഹ് നാളെ വരണമെന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാ ചെറിയ പെരുന്നാക്കോ വലിയ പെരുന്നാക്കോ നമ്മൾ സാഹചര്യത്തിനനുസരിച്ച് നാത്തുമാരെ വീട്ടിൽ വയനാട്ടിലേക്ക് പോകാറുണ്ട് കേട്ടോ. ഇപ്രാവശ്യം പിന്നെ സ്കൂളും മദ്രസൊക്കെ എളുപ്പം തന്നെ തുറക്കല്ലേ. അപ്പോൾ പിന്നെ 2-3 ദിവസത്തെ ലീവിനൊന്നും വയനാട്ടിലേക്കൊന്നും പോയിട്ട് കാര്യമില്ലല്ലോ. അവിടെ ഒരുപാട് വീടുകളിൽ പോകാനുള്ളതാണ്. അപ്പോൾ പിന്നെ അതിനൊന്നും പറ്റില്ല കേട്ടോ. ചെറിയ നാൾക്കും പറ്റിയില്ല. അങ്ങനെ ചിക്കൻ ഗ്രേവി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടോ. പിന്നെ അത് സലാഡ് ഉണ്ടാക്കുകയാണ്. ഒരു ചെറിയൊരു കഷ്ണം കേബേജും അതുപോലെ തന്നെ കക്കരിക്കും ക്യാരറ്റും 2 പച്ചമുളകും തൈരും അത്യാവശ്യത്തിന് ഉപ്പും ഒരിത്തിരി പിന്നെ ചപ്പിട്ടുകൊണ്ട് ഒരു സലാഡാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഞാനത് ചെയ്തു തരാം. ചെറിയ ചെറിയ പണികളൊക്കെ ആദ്യം തന്നെ ചെയ്തെടുത്തരാം. പിന്നെ അത് ചമ്മന്തി ഉണ്ടാക്കി. അപ്പോഴേക്കും ഷിബിലിമാൻ്റെ ഇക്കാൻ്റെ നിസ്കാരം കുളിയൊക്കെ കഴിഞ്ഞ് ചായടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അവർ റെഡിയായി ചായ കുടിക്കുന്ന വീഡിയോസൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പണിയിലായിരുന്നു കേട്ടോ. അങ്ങനെ 2 പേരും കൂടി ഈദ് മുബാറക്ക് പറഞ്ഞു. ഇക്ക അപ്പോഴത്തേന് ആദ്യം തന്നെ പോയിട്ട് അപ്പോഴേക്ക് ഷിബിലിമാൻ്റെ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനത്തെ അവനും ഇതാ ഇറങ്ങണേ. അപ്പോഴെന്നോട് ഈദ് മുബാറക്ക് പറഞ്ഞിട്ടില്ല മെച്ചിന്ന് പറഞ്ഞുകൊണ്ട് എനിക്കുള്ള ഈദ് മുബാറക്കും കെട്ടിപ്പിടിക്കലൊക്കെ തരികയാണ് കേട്ടോ. അങ്ങനത്തെ അവനും പോയിട്ട് അതിന് ശേഷം ഞാൻ വീണ്ടും അടുക്കളയിലോട്ട് ഇറങ്ങി. നമുക്ക് പിന്നെ പള്ളി അടുത്ത് തന്നെ ആയതുകൊണ്ട് പിന്നെ ആ സ്പോട്ടിൽ തന്നെ പോയാൽ മതി കേട്ടോ. ഷിബിലിമോൻ്റെ ഇക്കാൻ്റെ ആ സ്പോട്ടിലായിരുന്നു കഴിഞ്ഞ് 6:45 നിസ്കാരം തുടങ്ങുന്ന പെണ്ണ് 6:45 അവർ ഇവിടുന്ന് പോകുന്നത്. അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ പാരട പായസമായിട്ട് പിന്നെ ഒരു ക്യാപ്സിക്കം അതുപോലെ തന്നെ 2 ചെറിയ ക്യാരറ്റ് പിന്നെ 4 പിന്നെ ബീൻസ് ഒരു ചെറിയൊരു കഷ്ണം കേബേജ് അതൊക്കെ ഞാൻ ഫ്രൈഡ് റൈസുള്ളത് അരിയാട്ടോ. പിന്നെ ഒരു ചെറിയ ഉള്ളി എടുത്തു. അപ്പോഴേക്കും നമ്മൾ ഫിനിമോൾ എണീറ്റുന്നു. അങ്ങനെ അവൾ എണീറ്റ് വന്ന് വൃഷയിലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ 2 പേരും കൂടി ചാടി കുടിക്കുക കേട്ടോ. അപ്പോൾ അവൾക്കൊന്ന് പെരുന്നാളായ സന്തോഷം തന്നെ നല്ല പാട്ടാണ് കേട്ടോ. രാവിലെ തന്നെ അതാണ് ആ പാടുന്നത് നിങ്ങൾ കേട്ടോ കേട്ടോ. പിന്നെ അത് ഞാൻ ചാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതേ ഫ്രൈഡ് റൈസിനുള്ള വെള്ളം വെക്കുകയാണ് കേട്ടോ. അതിൽ അത്യാവശ്യത്തിന് പിന്നെ ഉപ്പിട്ട് കൊടുത്തു. പിന്നെ കുറച്ച് സൺഫ്ലവർ ഒഴിച്ച് കൊടുത്തു. പിന്നെ ഒരു ഇത്തിരി സുറുക്കി ഒഴിച്ച് കൊടുത്തു. പിന്നെ 2 ഏലക്കായും പട്ടിയും ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. പിന്നെ അരി ഞാൻ 1.5 മണിക്കൂർ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു കേട്ടോ. അതും ഒന്നിട്ട് കൊടുത്തതിന് ശേഷം മൂടി വെച്ചു കേട്ടോ. പിന്നെ ഒരു പാനിൽ ഞാൻ അത്യാവശ്യം സൺഫ്ലവർ ഒഴിച്ചിട്ട് അതിൽ 2 വെളുത്തുള്ളി
ഉള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തു. കട്ട് ചെയ്ത് വെച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി അതിൽക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് മാത്രമായിട്ട് ഒന്ന് വഴറ്റിയുള്ളൂ. അപ്പോഴേക്കത് ചോറ് തിളക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് അതിൻ്റെ കൂടെ ഒന്ന് ഇളക്കി കൊടുത്തു. പിന്നെ അത് ഈ വെജിറ്റബിൾസിൽ ഒരു ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ. പിന്നെ അത് 2-3 കോഴിമുട്ട ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് അതിൻ്റെ നടുവിൽക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അതിൽ കൂടെ തന്നെ ഒന്ന് ചിക്കി കൊടുത്തു. പിന്നെ അത് ഒരിത്തിരി കുരുമുളക് പൊടിയും കൂടി അതിൽക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോഴേക്കും ഇത് റൈസും മതിയിരുന്നു കേട്ടോ. അപ്പം റൈസ് ഞാൻ ഊറ്റിയെടുത്തില്ല കേട്ടോ. പാകത്തെ വെള്ളമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ പിന്നെ വഴറ്റിയത് ഇല്ലേ ഇൻഗ്രീഡിയൻസ് വെജിറ്റബിൾസ് അതൊക്കെ അതിൽക്ക് തന്നെ ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. വെറുതെ ഊറ്റിയെടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ചപ്പോട്ട് കൊടുത്തു. പിന്നെ അത് 2 സ്പൂണ് പിന്നെ കുരുമുളക് പൊടിയും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫിനിമോളെ കുളിച്ചിട്ടില്ല, അവളെ റെഡിയാക്കണ്ട. അപ്പോൾ ഇന്നലെ എന്നോട് പറഞ്ഞിരുന്നു കേട്ടോ, ഉമ്മച്ചി മേത്തൊക്കെ എണ്ണ തേക്കണ്ടേ, പെരുന്നാളല്ലേ, പെരുന്നാൾ കുളിക്കണ്ട അങ്ങനെ ഇല്ലേ എന്നൊക്കെ ചോദിച്ചിരുന്നിട്ട്. എന്നാൽ പിന്നെ അവളെ ഇഷ്ടം പോലെ തന്നെ ആയിക്കോട്ടെ, സമയമില്ല എനിക്ക് വരുമ്പോഴത്തേന് ഏതായാലും ഒക്കെ ആകുവാണ്. എന്നാലും ഉള്ള ടൈം കൊണ്ട് പിന്നെ ഞാൻ എണ്ണ തേച്ച് കൊടുക്കാൻ പോകാൻ കേട്ടോ അവൾക്ക്. ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ പണിയൊക്കെ ആകുമ്പോൾ ഇക്ക എൻ്റെ കൂടെ അടുക്കളയിൽ പിന്നെ എന്നെ സഹായിക്കാൻ വരാറില്ല കേട്ടോ. ഇന്ന് പിന്നെ ഞാൻ രാവിലെ തന്നെ അല്ല, അപ്പോൾ പിന്നെ വിളിച്ചോണ്ടൊന്നും ചെയ്തില്ല കേട്ടോ. അതാണ് സംഭവിച്ചത്. അങ്ങനത്തെ ഫിനിമോൾക്ക് എണ്ണൊക്കെ തേച്ച് കൊടുത്തോണ്ട് ഞാൻ പിന്നെ അടിക്കുവാനും തുറക്കുവാനൊക്കെ പോയിട്ട് അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഫിനിമോളുടെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ തന്നെ കേട്ടോ, പെരുന്നാളല്ല ഞാൻ തന്നെയാണ് കുളിപ്പിച്ചത് കേട്ടോ. അപ്പോൾ ഇന്ന് അവൾക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് കുളി കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേ പുതിയ ഡ്രസ്സൊക്കെ അല്ലേ. അപ്പോൾ വരുമ്പോഴേ ചോദിക്കുന്ന അമ്മമാൻ്റെ വീട്ടിൽ പോകില്ല അമ്മച്ചിയെന്നാണ് ചോദിക്കട്ടെ. അങ്ങനെ ഞാനും എൻ്റെ കുളി കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടാ. ഞാനും എൻ്റെ പുതിയ ചുരിദാറൊക്കെ ഇട്ടോ. അങ്ങനെ അവളുടെ മുടി കെട്ടി കൊടുക്കലൊക്കെ കഴിഞ്ഞ് ഇത് അടുക്കളയിൽ എത്തിയിട്ടാണ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എന്ത് ചെയ്തു തരാം, നമ്മൾ അയൽവാസിയുടെ വീട്ടിലേക്ക് ഞാൻ കുറച്ച് ചോറ് കൊടുത്തു കേട്ടോ. അങ്ങനെ അത് കൊടുത്തതിന് ശേഷം ഞാനും ഫിനിമോളും കൂടി മൂത്തച്ഛൻ്റെ വീട്ടിലേക്ക് പോകാനിട്ട് അവിടെ നിന്ന് പോയി വരാമെന്ന് വെച്ചു. പിന്നെ മറ്റേ മൂത്തച്ഛൻ്റെ വീട്ടിൽ നിന്ന് അവർ വീട്ടിലേക്ക് പോയിക്കണം. അപ്പോൾ അങ്ങോട്ടൊന്നും പോയില്ല. ഇത് നമ്മുടെ നേരെ മൂത്തച്ഛൻ്റെ വീട്ടിൽ കണ്ടാണ് പോയത്. പിന്നെ അവിടുന്ന് വന്നതിന് ശേഷം ഞങ്ങൾ ഇത്തിരി ചോറ് തിന്നു കേട്ടോ. അവിടെ പോയവിടുന്നൊക്കെ പായസമൊക്കെ കുടിച്ച് പിന്നെ അവിടുന്ന് ചോറൊക്കെ തിന്നാൻ പറഞ്ഞ് ഞങ്ങൾ തിന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ വെച്ചിട്ടില്ല. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രിക്ക് നമ്മൾ പിന്നെ എൻ്റെ വീട്ടിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ പിന്നെ വെറുതെ വേസ്റ്റ് ആവില്ല. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ പോയി വന്നതിന് ശേഷം എല്ലാവരും വീട്ടിലിടാനുള്ള ഡ്രസ്സ് ഇട്ടു കേട്ടോ. പിന്നെ എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഇടാമെന്ന് വെച്ചു. അങ്ങനെ ഇക്ക വന്നില്ല. അപ്പോൾ ഏതായാലും പിന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഒക്കെ ടേബിളിൽ കൊണ്ടുവെക്കാനേ. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഷിബിലിമാർക്ക് ഭയങ്കര ടെൻഷൻ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയ പെരുന്നാൾക്ക് എങ്ങനെയായാലും ഞങ്ങൾ പോകാറില്ല കേട്ടോ വയനാട്ടിലേക്ക്. ചെറിയ പെരുന്നാൾക്ക് പോകാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സ്കൂളിൽ എക്സാം ആയിരുന്നില്ലേ. അപ്പോൾ ആ ടൈമിലും പോകാൻ പറ്റില്ല. ഈ പെരുന്നാൾക്ക് പോകാമെന്ന് വെച്ചാൽ അങ്ങനെ അൽഹംദുലില്ലാ നമ്മളെ പെരുന്നാൾ നല്ല ഉഷാറായി കഴിഞ്ഞിട്ട് പെരുന്നാളൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ. അപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. മിക്ക ഷിബിലിമാനൊക്കെ പള്ളിയിൽ നിന്ന് സിയാർത്തൊക്കെ കഴിഞ്ഞ് വന്നതായിരുന്നില്ലേ. പിന്നെ വീണ്ടും അവർക്ക് പള്ളിയിൽ അറിവുള്ളതല്ല. അപ്പോൾ അവർക്ക് പള്ളിയിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് സ്പീഡിലാക്കിയതാണ്ട് ചോറുന്നലൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പെരുന്നാൾ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.